ഹായ് ഫ്രണ്ട്സ്, പവിത്രത്തെ ഇന്നത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയാണെങ്കിൽ അച്ഛനും ചേട്ടനും സഞ്ചരിച്ച കാറിന് വട്ടമിട്ടിട്ട് അവരെ കാറിൽ നിന്നും പുറത്തിറക്കിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങളാണോ എൻ്റെ വിക്രത്തിനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത് എന്ന്. അച്ഛൻ പറയും, ഞങ്ങളാണെന്ന് വിചാരിച്ചാൽ അങ്ങനെ വിചാരിച്ച് ഇരിക്കെ നിനക്ക് ഇത്തിരിയെങ്കിലും സ്വയബോധമുണ്ടെങ്കിൽ നീ വരില്ലായിരുന്നു നമ്മളെ കൂടെ. നിൻ്റെ കൂടപ്പിറപ്പുകളുടെ ഭാവി എന്താണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? എന്നിട്ടാണ് നീ അവിടെ നിന്ന് എന്നെ നീ നാണം കെടുത്തി ഇറക്കി വിട്ടത്. ഞാനും നിൻ്റെ അമ്മയും നിന്നെ എത്രമാത്രം സ്നേഹിച്ചാണ് അവിടെ വന്ന് നിന്നെ വിളിച്ചത്. എന്നിട്ട് നീ വന്നില്ലല്ലോ, ഒരു താലിയുടെ പേരും പറഞ്ഞ് നീ അവിടെ നിൽക്കുകയല്ലേ ചെയ്തത് എന്ന്. അപ്പോൾ ദേവ ചോദിക്കുന്നു, അപ്പോൾ ഇതിനൊക്കെ കാരണക്കാരൻ അച്ഛനാണ്. അച്ഛൻ മനഃപൂർവ്വം ഇങ്ങനെ ദേഷ്യത്തിൽ വിക്രത്തെ എൻ്റെ കയ്യിൽ നിന്നും അകറ്റി പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതാണ് അല്ലേ? അച്ഛനെയാണ് ഞാൻ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അച്ഛൻ ഇത്രയ്ക്ക് ഇങ്ങനെ തരം താഴ്ന്ന് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നെ കുട്ടിക്കാലത്തിൽ പഠിപ്പിച്ച സാറന്മാർ എന്നടുത്ത് ചോദിച്ചു, നിനക്ക് ആരാവണമെന്ന്. അപ്പോഴല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ അച്ഛനെ പോലെ എനിക്കായാൽ മതി. അച്ഛനിൽ എല്ലാ ഭാവങ്ങളുമുണ്ട്. സ്നേഹത്തിന് സ്നേഹം, സന്തോഷത്തിന് സന്തോഷം, കോമഡിക്ക് കോമഡി, എല്ലാം ഭാവങ്ങളും നിറഞ്ഞ ഒരു സ്വഭാവമുള്ള അച്ഛനാണ്. അച്ഛനെ ആയാൽ മതിയെന്നാണ് ഞാൻ എല്ലാവരുടെ പറഞ്ഞത്. പക്ഷേ അതിപ്പോൾ പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് തോന്നുന്നു എന്ന് വേദ അച്ഛനോട് പറയുമ്പോൾ അച്ഛനാകെ വിഷമാകുന്നു. അച്ഛൻ എന്നിട്ട് പറയും, നീ കുടുംബത്തെയും ബന്ധത്തെയും വില കൽപ്പിക്കുന്നവളാണെങ്കിൽ നീ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നീ ചെയ്യില്ലായിരുന്നു. നീ ഞങ്ങളെ നാണം കെടുത്തുകയാണ് ചെയ്യുന്നത് എന്ന് പറയാൻ ഇത്രയും നാണം കെടുത്തിയ നീ ഇതും കൂടി അറിഞ്ഞോ? വിക്രത്തെ ഇനി ഒരു കേസിലും പെടുത്താതെ ഇരിക്കണമെങ്കിൽ നീ മര്യാദയ്ക്ക് നമ്മുടെ വീട്ടിൽ വാ എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് കോടതിയിൽ വെച്ച് കാണാം. അവൻ എന്നും കേസ് വഴക്കുമായിട്ട് ഇങ്ങനെ തന്നെ നടക്കുമെന്ന് പറയും. അപ്പോൾ വേദയ്ക്ക് ദേഷ്യമാണ് പറയുന്നത്. ശരി, നമുക്ക് കോടതിയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് വേദ പോവുകയും അച്ഛനും ചേട്ടനും കാറെടുത്ത് പോവുകയും ചെയ്യും. ഇത് കഴിയുമ്പോൾ കോടതി വിളിക്കുകയാണ് ചെയ്യുന്നത്. വിളിക്കുമ്പോൾ വിക്രത്തിന് വേണ്ടി വാദിക്കുന്ന വേദയും ദർശനിയുമാണ് കാണിക്കുന്നത്. ദർശനാണെങ്കിൽ വേദിക്ക് വിവാഹം ഉറപ്പിച്ചു വെച്ച ചെക്കനാണ്. ഇവർ രണ്ടുപേരും കൂടി വാദിച്ച് അച്ഛനെ തോൽപ്പിച്ച് വേദ വിക്രത്തെ ജയിൽ മോചിതനാക്കുന്ന രംഗങ്ങളാണ് കാണിക്കുന്നത്. വേദ വിക്രത്തെ കയ്യിൽ പിടിക്കുകയും വിക്രത്തിൻ്റെ ബൈക്കിൽ കയറുകയും പ്രണയാർത്ഥമായ നിമിഷങ്ങളാണ് കാണിക്കുന്നത്. പിന്നെ വീട്ടിൽ വന്ന് ഇറങ്ങുകയും വീട്ടിൽ അമ്മയുടെ അടുത്ത് കൊണ്ട് വിക്രത്തെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് തീരുമ്പോൾ വിക്രത്തിനും ഒരു സ്നേഹം വേദയോട് തോന്നുന്നു. വീട്ടിലെ കനകയ്ക്കും ശ്രീജയ്ക്കും മാഷിനുമെല്ലാം ചെറിയൊരു സ്നേഹം വേദയിൽ തോന്നി തുടങ്ങുന്നു. പണ്ടേ അമ്മയ്ക്കും ശ്രീജയ്ക്കും വേദയോട് സ്നേഹമുണ്ട്. ഇത് കഴിഞ്ഞ് കാണിക്കുന്നത് വിക്രത്തിൻ്റെ റൂമിലേക്ക് വേദ കയറി ഓരോന്നായിട്ട് നോക്കുമ്പോൾ നല്ല സമ്മാനങ്ങളും പ്രൈസുകളും ഒക്കെ കിട്ടിയതൊക്കെ കാണുന്നു. അത് കഴിയുമ്പോൾ ഒരു ഡയറിയാണ് കാണുന്നത്. ആ ഡയറി എടുത്ത് വായിക്കുമ്പോൾ എന്തോ ഏതൊക്കെ അതിൽ നിന്നും കിട്ടുകയാണ് വിക്രത്തെക്കുറിച്ച്. ഇത് കഴിഞ്ഞ് വേദയാണെങ്കിൽ ശ്രീജയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ചേച്ചി വിക്രത്തിന് ഇത്രയും നല്ല പഠിത്തമുണ്ടല്ലോ, എന്തുകൊണ്ട് പഠിത്തം നിർത്തി എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ശ്രീജ മടിച്ചാണെങ്കിലും വിക്രത്തെക്കുറിച്ചുള്ള ഒരു വലിയ രഹസ്യം വേദയോട് സംസാരിക്കുന്നു. ഇത്രയും ഭാഗങ്ങളാണ് ഇന്ന് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ, ബൈ ബൈ, സീ യു.